കേരളത്തിലെ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രവേശനം നീറ്റ് വഴിയാണോ അതോ കീം വഴിയാണോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നീറ്റിന്റെ സ്കോറാണ് പരിഗണിക്കുന്നത്, പക്ഷേ കീമിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതും എത്ര കോളേജുകൾ ഉണ്ട് എന്നുള്ളതും എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 12 വ്യത്യസ്ത മെഡിക്കൽ കോളേജുകളാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ് കോളേജുകൾ എന്ന് നോക്കാം. ഇവിടങ്ങളിലായിട്ട് 1755 സീറ്റുകളാണ് നിലവിലുള്ളത്. 2023 മുതൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം 28,950 രൂപയാണ് അവിടുത്തെ ഫീസായിട്ട് മെഡിക്കൽ കോളേജിലെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വാർഷിക ഫീസായിട്ട് ഉള്ളത് 28,950 രൂപയാണ്. ഏതൊക്കെയാണ് കോളേജുകൾ? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, മഞ്ചേരി, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇടുക്കി, പത്തനംതിട്ട. ഇത്രയും കോളേജുകളാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിട്ടുള്ളത്. സോ മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കീമിൽ അപ്ലിക്കേഷൻ നൽകിയിരിക്കണം. പക്ഷേ നീറ്റിന്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടായിരിക്കും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുക എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. നിങ്ങളുടെ കരിയർ സംശയങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലൂടെ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ സബ്മിറ്റ് യുവർ ക്വരീസ് എന്ന് കാണുന്ന ലിങ്കിലോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ സയൻസ്, മാത്സ് വിഷയങ്ങളിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം ലേണിംഗ് ഒരുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭാഗമാകാം. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്